ഹലോ ആസ്പിരൻസ്. ഇപ്പം മക്കളെ ഒന്ന് നോക്കി ഒരു ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ചെറിയ കാര്യം, വളരെ വലിയ കാര്യമല്ല, ചെറിയ കാര്യം. ഇവിടെ ഒരു തോണിയും തുഴയാതെ കരയ്ക്ക് അടുത്തിട്ടില്ല. എന്താ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു തോണിയില്ലാതെ നമ്മൾക്ക് ഒരു പുഴ കടക്കാൻ പറ്റുമോ? ഒരു നീന്തി കിടക്കാൻ പറ്റാത്ത പുഴയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു കരയിൽ നിൽക്കുക, അപ്പുറത്ത് മറുകരയുണ്ട്, അവിടെ പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നീന്താൻ നോക്കും. അല്ല, ആദ്യം ഒന്ന് നടക്കാൻ നോക്കും. നടക്കാൻ പറ്റുന്ന ആളുകളെയും നടക്കാൻ നോക്കും. പിന്നെ എന്താ, ഒന്ന് നീന്താൻ നോക്കും. നീന്താനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ, ഒരു തോണി വേണം, വഞ്ചി വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം വേണമല്ലോ. അതില്ലാതെ നമുക്ക് അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ തോണി ഇല്ലാതെ നമുക്ക് കിടക്കാൻ പറ്റില്ല. തോണി മാത്രം മതിയോ? പോരാ, തുഴയാൻ അറിയുക കൂടെ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങും എത്തില്ല. ഇപ്പോൾ ഇതെന്താ പറയുന്നതെന്നാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ഉണ്ടാ, നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതവും ഇതേ കണക്ക് തന്നെയാണ്. നമ്മൾ ഒരു കാര്യം തുടങ്ങാതെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഏതൊരു കാര്യത്തിനും തുടക്കം കുറിച്ചേ പറ്റൂ. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു എക്സാം, നമ്മുടെ എക്സാമിൻ്റെ കാര്യം തന്നെ നോക്കിയേ. നിങ്ങളിപ്പോൾ ഒരിടത്ത് ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തിരിക്കുക, എവിടെയോ ആയിരിക്കട്ടെ, ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് മാത്രം എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലടാ മക്കളെ, ആഗ്രഹം കൊണ്ട് മാത്രം എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് വേണം? എഫേർട്ട് ഇടണം, ടൈം സ്പെൻഡ് ചെയ്യണം, അതിനുവേണ്ടി മെനക്കെടണം. ക്ലിയർ ആണോ? ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. എന്താ റിസൾട്ട്? ജോലി, ഒരു ഗവൺമെൻറ് ജോലി, ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ആണല്ലോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാത്തിനും എന്ത് വേണം? തുടക്കം വേണം, തുടങ്ങണം. സ്റ്റാർട്ട്. നാളെ ആവട്ടെ, മറ്റന്നാവട്ടെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച കഴിഞ്ഞു പോയി, അടുത്ത തിങ്കളാഴ്ച ആവട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ദിവസം നോക്കി തുടങ്ങാം. ഒന്നുമില്ലടാ, ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ, എവിടെ വെച്ച് കാണുന്നോ, ഏത് സാഹചര്യത്തിൽ കാണുന്നോ, അപ്പോൾ തുടങ്ങുക. വീട്ടിലിരിക്കുക, ഈ ക്ലാസ് നിങ്ങൾ കാണുക. ഒരു ബുക്കും പെന്നും എടുക്കുക, അല്ലെങ്കിൽ ഒരു പേനയും പേപ്പറും എടുക്കുക, ക്ലാസ് നോട്ട് ചെയ്യുക. നിങ്ങൾ ബസ്സിലാണ്, നിങ്ങൾ ജോലിക്ക് പോവുകയാണ്, അപ്പോഴെന്താ, ഈ ക്ലാസ് കേട്ട് വെക്കുക. എന്നിട്ട് ജോലി സ്ഥലത്ത് ചെന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ നോട്ട്സ് ക്ലിയർ ചെയ്യുക. അത് വേണ്ട, തിരിച്ച് വീട്ടിൽ വരട്ടെ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വരട്ടെ, എന്നിട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്താൽ മതി. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷേ തുടങ്ങുക എന്നതാണ് പ്രശ്നം. തുടങ്ങിയില്ല എങ്കിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ ദിശ അക്കാഡമി, അല്ലെങ്കിൽ ഈ ക്ലാസ്സിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? ആ ഒരു തോണിയും തുഴയും മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരൂ. പിന്നെ തുഴയാൻ പഠിപ്പിച്ചു തരും. തുഴയേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ മാത്രമാണ്. ആരും സഹായത്തിനുണ്ടാവില്ല. ഒറ്റയ്ക്ക് വേണം തുഴഞ്ഞ് അക്കരെ കര കടക്കാൻ, ജോലിയിലേക്ക് എത്താൻ. ക്ലിയർ ആണോടെ പിള്ളേരെ? ക്ലിയർ ആണോ? ഇപ്പോൾ ഒന്ന് മോട്ടിവേറ്റഡ് ആയില്ലേ? അത്രേ ഉള്ളൂ. ഇനി കമൻറ്റ് സെക്ഷനിൽ വരല്, ഈ തുഴയില്ലാത്ത, അല്ലെങ്കിൽ ഒരു വഞ്ചി മാത്രമായിട്ട് വേണമെങ്കിൽ ആളില്ലാതെ കരയ്ക്കടുക്കും, തിര കൊണ്ട് അല്ലെങ്കിൽ കാറ്റ് കൊണ്ട് കരയ്ക്കടുക്കും കമൻറ്റ് സെക്ഷനിൽ പറയരുത്. അങ്ങനെയുള്ള വഞ്ചി, അല്ലെങ്കിൽ ആളില്ലാതെ കരയ്ക്ക് അടുക്കുന്ന വഞ്ചി, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കിയോ? ഇല്ല. എന്തുകൊണ്ട്? ആ ആളെ അപ്പുറത്തെത്തിക്കുക, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക എന്നതായിരുന്നു ആ വഞ്ചിയുടെ ദൗത്യം. അത് പൂർത്തിയാക്കിയോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തുഴഞ്ഞ് അപ്പുറത്തെത്തുക, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ മക്കൾക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. നോക്കിയടാ, നമ്മുടെ ബോർഡിൽ കാണുന്നുണ്ട്. എന്താ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷനിലെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്തു. എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയോ? ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, എഴുതിയല്ലോ? ഓക്കെ, എല്ലാവരും ചെയ്തു. ഓക്കെ, എല്ലാവരും അടിപൊളി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവസാനം ആ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ലാഡർ മെത്തേഡ് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ലാഡർ മെത്തേഡ് ചെയ്യും. ഫ്രാക്ഷനിൽ വലിയ ഒരു ഫ്രാക്ഷൻ കമ്പൈൻ ചെയ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കും. പിന്നെ അതേപോലെ തന്നെ ഡെസിമൽസിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മോഡൽ, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, കൺഫ്യൂഷൻ വരുന്ന ഒരു മോഡലാണ്. അതെങ്ങനെ പെട്ടെന്ന് ചെയ്യാം, അതിൻ്റെ കോൺസെപ്റ്റ് എന്താ എന്ന് നമ്മൾ പഠിക്കും. അതേപോലെയുള്ള
ഒരുപാട് മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ് നമുക്ക് തുടങ്ങാം. നോക്കി, എന്താണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്? സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ. അപ്പോൾ നോക്കിയടാ ലാഡർ മെത്തേഡ് ഫസ്റ്റ് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലാഡർ മെത്തേഡിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എന്താണ് ലാഡർ? എന്താണ് മക്കളെ ലാഡർ? എന്താ ലാഡർ? ഏണി ആണല്ലോ. ഏണി നമ്മൾ പറയില്ലേ, എവ ഒരു ഏണിയാ, ഒരു വള്ളിയാ എന്നൊക്കെ പറയില്ലേ. എന്തുകൊണ്ടാണ് ഏണി തോട്ടയിട്ട് പിടിക്കുക എന്ന് വെച്ചാൽ വഴിയെ പോകുന്ന പ്രശ്നങ്ങളെല്ലാം പിടിച്ചു വെക്കുക. പക്ഷേ നമുക്ക് മാത്സിൽ അതാണോ? അല്ല. പ്രശ്നമാണോ ലാഡർ മെത്തേഡ്? അല്ല. ഇനി ഒരിക്കലും ആയിരിക്കത്തില്ല. നോക്കിയേ, ലാഡർ മെത്തേഡ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങളുടെ ഷീറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം ആ മോഡൽ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് നോക്കിയടാ, ഞാൻ നാട് എഴുതാം. 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 ഡിവൈഡഡ് ബൈ 1 + 2/3. 2/3 ആണ്. നോക്കിയടാ, ഇതായിരിക്കും, ഈ മോഡലായിരിക്കും. ഇത് ചെറിയ സിമ്പിൾ മോഡലാ, ബേസിക് മോഡലാ. വലിയ കാര്യങ്ങൾ വരും, വലിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് നോക്കിയടാ, ഇങ്ങനെ ആയിരിക്കും എക്സാം ഹോളിൽ ചെന്നിരുന്നാൽ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ലാഡർ മെത്തേഡിൻ്റെ ഒരു ഫ്രാക്ഷൻ്റെ ഇങ്ങനത്തെ ഒരു സിംപ്ലിഫിക്കേഷനിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ലാഡർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്? നോക്കി, ലാഡർ അല്ലേ, 1 2 3 പടി ലാഡർ അല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതുകൊണ്ടാണ് ലാഡർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കിയേ. ഇനി നോക്കിയേ, എങ്ങനെ നമുക്കിത് ചെയ്യാടേ? ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ചെയ്യാം? 1 + 1/1 + 1/1 + 2/3 എങ്ങനെ ചെയ്യാം? നമ്മളിപ്പോൾ ഒരു ബേസിക്സ് മാത്രമുള്ള അല്ലെങ്കിൽ ബേസിക്സും ഇല്ലാത്ത ഒരാളാണ് എങ്ങനെ ചെയ്യും? ലാഡർ മെത്തേഡ് എന്ന് സാറ് പറഞ്ഞു. അപ്പോൾ എന്താ, നമ്മൾ ഏണി കയറുന്ന എവിടുന്നാ? താഴേന്ന്. ഇത് ഗ്രൗണ്ടാന്നിരിക്കട്ടെ, ഇത് ഗ്രൗണ്ട്, ഇതിലാണ് തറയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു പ്ലാവി ചാരി വെച്ചേക്കുക. ഒരു പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ട്, ചക്ക ഇടാൻ വേണ്ടി കയറണം. നിങ്ങളാ കയറണ്ടേ? പ്ലാവായോടാ? ഏകദേശം പ്ലാവൊക്കെ ആയില്ല. ഒരു മരത്തിൽ ചാരി വെച്ചേക്കുക. ഓക്കെ, ലാഡർ മരത്തിൽ വെച്ചേക്കുക. നമ്മൾ എങ്ങനെ കയറുന്നത്? ഏണി കയറി എവിടെയാണോ നമ്മൾ എത്തേണ്ടത് എങ്ങനെ എത്തുന്നത്? താഴേന്ന് അല്ലേ നമ്മൾ കയറണ്ടേ? അല്ലേ? താഴേന്ന് മുകളിലോട്ടല്ലേ കയറണ്ടേ? ആണല്ലോ. ഇതേപോലെ തന്നെയാണ് ലാഡർ മെത്തേഡിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. താഴേന്ന് മുകളിലോട്ട് കയറാം. എങ്ങനെയാടാ? ഡേയ് വാങ്ങിക്കുവാണേ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, എങ്ങനെയാടാ നമ്മൾ ലാഡർ മെത്തേഡിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? നോക്കിയേ, നമ്മൾ കൺവെൻഷനലി അല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? താഴേന്ന് മുകളിലോട്ടാണ്. അപ്പോഴെന്താ, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. നോക്കി, ഇത് മൊത്തത്തിൽ നോക്കിയേ, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ? ഒരു ഹോൾ നമ്പർ ഒരു ഫ്രാക്ഷനോട് വരുന്ന രീതിയിലുള്ള ഫ്രാക്ഷൻ ആണ് മിക്സഡ് ഫ്രാക്ഷൻ. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ 2 3/7 3 7/8 ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ആണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനിലോട്ടോ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ടോ ആക്കണം. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്രാക്ഷനിൽ 2/3. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ മുകളിലുള്ളത് ന്യൂമറേറ്റർ, താഴെയുള്ളത് ഡിനോമിനേറ്റർ. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും ക്ലിയർ ആയല്ലോ. അപ്പം മിക്സ്ഡിൽ നിന്ന് നമുക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോക്കിയേ, ഇവിടെ 2 3/7 നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 7 × 2 ഇതിൽ കിട്ടുന്നത് +3. 7 × 2 14 +3 17 കഴിഞ്ഞില്ലേ? /7 ഡിനോമിനേറ്റർ 7 ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 + 2/3 അല്ലേ? ഇതെന്ന് വെച്ചാൽ എന്താ? 2 3/7 എന്ന് വെച്ചാൽ എന്താ? 2 + 3/7 ആണ്. അറിയാത്തവർ നോട്ട് ചെയ്തോണേ. 2 + 3/7 ആണ്, 3/7 ആണ്. അങ്ങനല്ലേ കിടക്കുന്നത്? 1 + 2/3 നമ്മൾ എന്ത് ചെയ്യും? 3 × 1 എത്രയാ? 3. ഇനി എന്താ? ആ 3യെ എന്തുകൊണ്ട് ആഡ് ചെയ്യണം? 2 കൊണ്ട് ആഡ് ചെയ്യണം. 3 × 1 3, 3 + 2 5, ഡിനോമിനേറ്റർ 3, 5/3 അതല്ലേ കിട്ടിയത്.
ഇങ്ങനെ നമ്മൾ ഓരോന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കണം. പക്ഷെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. എന്തുകൊണ്ട് 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 ആവശ്യമില്ല? എന്തുകൊണ്ട് ആവശ്യമില്ല? പക്ഷെ നമുക്ക് ട്രിക്ക് അറിയാം. അതാ ഇപ്പൊ പഠിക്കാൻ പോവാ. എടേ നോക്കിയേ ഏറ്റവും അവസാനത്തെ ഫ്രാക്ഷൻ നോക്കുക, ഏറ്റവും ലാസ്റ്റത്തെ ഫ്രാക്ഷൻ നോക്കുക, 2/3. എന്നിട്ട് ഈ നടുക്ക് കിടക്കുന്ന സിമ്പിൾസ് നോക്കുക, പ്ലസ് 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 ആണല്ലോ പ്ലസ് 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 എല്ലാം അഡീഷനാണ്. ഇനി എന്ത് നോക്കുക, ഈ സൈഡിൽ കിടക്കുന്ന നമ്പർ നോക്കുക, 1 1 1. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നോക്കാൻ എത്ര സമയം എടുക്കൂടെ? പെട്ടെന്ന് കിട്ടില്ലേ? ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനി എങ്ങനെ നമ്മൾ ചെയ്യണ്ടേ? ഒന്ന് നോക്കിയേ. ഞാൻ ആദ്യം പറഞ്ഞത് ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷനെ അങ്ങോട്ട് എഴുതുക, 2 3. ഫ്രാക്ഷനെ നമ്മൾ എടുത്തെഴുതി 2 3. ക്ലിയർ ആണോ? ഇനി നോക്കുക, ഈ സൈഡിൽ കിടക്കുന്ന നമ്പർ 1 ആണല്ലോ, 1 കൊടുക്കുക. ഇവിടെയും 1 ആണല്ലോ, 1 കൊടുക്കുക. ഇവിടെയും 1 ആണല്ലോ, 1 കൊടുക്കുക. 3 1 അല്ലേ ഉള്ളൂ, 3 അല്ലേ സൈഡിലുള്ളൂ. ക്ലിയർ ആയി. ഇനി എന്ത് ചെയ്യുക? ഈ സിമ്പിൾസ് നോക്കുക, അഡീഷൻ അല്ലേ, അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് ഈ 1 കൊണ്ട് ഈ 3യെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 കൊണ്ട് 3യെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ കിട്ടുന്നത്? 3 തന്നെയല്ലേ. അതിനെ ഇത് കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 1 × 3 3 + 2 5. താഴോട്ട് എടുത്തെഴുതുക, ഇതിൻ്റെ തൊട്ട് താഴെ എടുത്തെഴുതുക. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. 1 കൊണ്ട് 3യെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്താ, ആ കിട്ടിയ ആൻസറിനെ, ഇപ്പോൾ 3 എന്നല്ലേ കിട്ടിയത്, 3യെ 2 കൊണ്ട് ആഡ് ചെയ്തു. 3യെ 2 കൊണ്ട് ആഡ് ചെയ്തു. 3 + 2 5. 3 + 2 5. 3 + 2 5. ക്ലിയർ ആണോ പിള്ളേരെ? അടുത്ത് നോക്കി, തീർന്നോ? ഇല്ല, നമുക്കിനി കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സെയിം പ്രൊസീജിയർ, ഒരു വ്യത്യാസവും ഇല്ല. ഈ 1നെ മുകളിലുള്ളതിനെ എന്ത് ചെയ്യുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 3യെ ആഡ് ചെയ്യുക. അപ്പോൾ 5 × 1 5. 5 + 3 എത്രയാ? 8. താഴെ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യം ചെയ്ത അതേ പ്രൊസീജിയർ അല്ലേ? എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ഇല്ല. 1 × 5 + 3 8. അപ്പോൾ എന്താ, 5 + 3 ആണ് 8. ഇനി അടുത്ത് നോക്കിയേ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാനുണ്ടല്ലോ. സെയിം പ്രൊസീജിയർ. 1 × 8 പ്ലസ് തൊട്ടിപ്പുറത്ത് കിടക്കുന്നതിനെ ആഡ് ചെയ്യുക 5. 1 × 8 8. 8 + 5 എത്രയാ? 13. തൊട്ട് താഴെ എഴുതുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആൻസർ? നോക്കിയേ, 2 3 5 6 2 3 5 8 13 ഇങ്ങനെ കിട്ടി. അപ്പോൾ എന്ത് നമ്മുടെ ആൻസർ വരും? ആൻസറിലേക്കല്ലേ നമ്മൾക്ക് എത്തണ്ടേ? എന്താണ് നമ്മൾ ആൻസർ? ആദ്യം ന്യൂമറേറ്റർ ആയിട്ട് ഏറ്റവും അവസാനത്തെ നമ്പർ എടുത്തെഴുതുക. ഡിനോമിനേറ്റർ ആയിട്ട് തൊട്ടിപ്പുറത്തെ നമ്പർ എടുത്തെഴുതുക. എത്രയാ അവിടെ? 8. കഴിഞ്ഞു, നമ്മൾ ആൻസറിലേക്ക് എത്തി. ക്ലിയർ ആണോ പിള്ളേരെ? ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ കേട്ടിരുന്നു. എന്ത് ചെയ്തു? ആദ്യം ഫ്രാക്ഷൻ നോക്കി, ഏറ്റവും അവസാനിക്കുന്ന ഫ്രാക്ഷൻ നോക്കി, 2/3. സിമ്പിൾസ് നോക്കി, എല്ലാം അഡീഷൻ ആണ്, മാറി വരും കേട്ടോ. പ്ലസ് മൈനസ് അങ്ങനെ മാറി വരും. പ്ലസ് മൈനസ് വരത്തുള്ളൂ, വേറെ ഒന്നും വരില്ല. പ്ലസ് മൈനസ് എന്താണോ സിമ്പിൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ മൈനസ് ആയിരുന്നു. എന്താ? 1 × 3 -2. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നോക്കിയേ, സൈഡിൽ കിടക്കുന്നത് 1 തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2 3 2 ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. പിന്നെന്താ ചെയ്യുന്നത്? എത്ര വട്ടം 1 ഉണ്ടോ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 1 × 3 + 2. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? 1 × 5 + 3. ഇങ്ങനെ 8 13 വരെ എത്തുക. അവസാനം വരെ കണ്ടെത്തുക. അവസാനത്തെ നമുക്ക് കിട്ടുന്ന നമ്പർ ന്യൂമറേറ്റർ, പിന്നെ തൊട്ട് മുമ്പിൽ കിട്ടുന്നത് ഡിനോമിനേറ്റർ. കഴിഞ്ഞു, ലാഡർ മെത്തേഡ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡ് വേറെ ഉണ്ടോ? നിങ്ങൾക്ക് നോക്കി തന്നെ എഴുതിക്കൂടെ? പെന്നും പേപ്പറും എടുക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. ആവശ്യം വരും, പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് വട്ടം ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയേ. ഇനി ഒരു ക്വസ്റ്റ്യനൂടെ ഞാൻ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ
ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് ഓക്കെ ആവാൻ വേണ്ടിയാണ്. ഒന്ന് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഏകദേശം സെയിം മോഡൽ. നോക്കിയേ ക്വസ്റ്റ്യൻ എഴുതിക്കോ. 1 + 1 / 1 + 1 / 1 + 1 / 1 + 1/2 പ്ലസ് കുറച്ച് കൂടി അല്ലേ, ഒരു പടിയും കൂടെ വന്നു. നമുക്ക് 3 പടിയല്ലേ കഴിഞ്ഞ എണ്ണിയിലുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ എന്താ 4 പടിയായി. ഓക്കെ വന്നേടാ. അപ്പം എങ്ങനെ ചെയ്യാം നോക്കി. എങ്ങനെ നമ്മൾ ചെയ്യുന്നേ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫ്രാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? പ്ലസ് സൈൻ ആണെന്ന് അല്ലെങ്കിൽ ഏത് സൈനാണോ അത് നോക്കി. പിന്നെ എന്ത് ചെയ്തു? സൈഡിൽ 1 തന്നെയാണെന്ന് ഉറപ്പിച്ചു. 3 പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ളതാണ്. എങ്ങനെ ചെയ്യാം നോക്കി. ഫ്രാക്ഷൻ 1/2 1 2 ക്ലിയർ ആണോ? ഫ്രാക്ഷൻ 1/2 1 2. ഇനി എന്താ ചെയ്യുന്നത്? 1 തന്നെയാണല്ലോ. എത്ര വട്ടം ഉണ്ട്? 1 2 3 4 4 വട്ടം ഉണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 4 വട്ടം ഉണ്ടല്ലോ. നോക്കി 1 × 2 പ്ലസ് ചെയ്യുക. 1 × 2 2 2 + 1 3 താഴെ എഴുതുക. ഇനിയും അപ്പുറത്തും അതുപോലെ തന്നെ 1 × 3 3 + 2 5. ഇനി 1 × 5 5 + 3 8. ഇനി അടുത്തത് 1 × 8 8 + 5 13. നമ്മൾ പഴയ ആൻസറിലേക്ക് തന്നെ എത്തിയില്ലേ? പഴയ നമുക്ക് ആൻസർ എന്താ? ആൻസർ എന്താ? 13/8 അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യനും ഇത് തന്നെയല്ലേ ആൻസർ വന്നേ. അപ്പോൾ ഈ ഒരു മോഡൽ ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ ഒരു വെറൈറ്റി കൂടി നമുക്ക് എടുക്കാം. ഇതിൻ്റെ കുറച്ചൊരു വ്യത്യാസം വരുന്നത് നോക്കി. ഒരു മോഡലൂടെ നമുക്ക് പറയാം. എന്നിട്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടെ തരുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആവും. ഹോംവർക്ക്സ് തരുന്നത് വെറുതെ കൊണ്ടുവയ്ക്കാനല്ല, ചെയ്യുക. അടുത്ത ദിവസം അടുത്ത സെഷനിൽ നമ്മളെ അറിയിക്കാം. അപ്പോൾ നോക്കി. അപ്പോൾ അഡീഷൻ്റെ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇതെന്താ? സബ്സ്ട്രാക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ. മോഡലിന് വ്യത്യാസമൊന്നുമില്ല, സെയിം മോഡൽ തന്നെയാണ്. മൈനസ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. 2/3. സൈൻസ് നോക്കുക, മൈനസ് ആണ്. സൈഡിലെ നമ്പർ നോക്കുക, 1 തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം നോക്കി. 2 3. ഇനി എന്താ? എത്ര 1 ഉണ്ട്? 1 2 3 3 1. സൈൻ നോക്കുക, മൈനസ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ 1 × 3 3 -2. സൈൻ നോക്കണം, മൈനസ് ആണ്, പ്ലസ് അല്ല, മറന്നു പോകരുത്. 1 × 3 3 -2. എന്ത് കിട്ടി? 1 കിട്ടി. അടുത്ത് നോക്കി 1 × 1 1 1 × 1 1 1 -3 1 -3 എന്ത് കിട്ടും? 1 -3 എന്താ? -2 അല്ലേടാ? -2. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കി. 1 × -2 1 × -2 പിന്നെന്താ നമുക്ക് വേണ്ടേ? -1 -2 -1. സബ്സ്ട്രാക്ഷൻ അല്ലേ, അഡിഷൻ അല്ല, മറക്കരുതേ. -2 -1 എന്ത് കിട്ടും? മൈനസ് ആഡ് ചെയ്തിട്ട് മൈനസ് കൊടുക്കുക. -3 അപ്പോൾ എന്താ നമ്മുടെ ആൻസർ? -3/-2. മൈനസ് ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ എന്ത് കിട്ടും നമ്മുടെ ആൻസർ? 3/2. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഈ മോഡൽ ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെയിം മോഡലാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു ആ സൈഡിലത്തെ നമ്പർ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം. നോക്കി. 1 + 1/2 2 + 1/3 + 1/3. നോക്കിയേ, ഇതിലെന്താ ചേഞ്ച്? ഇതിലെന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? നോക്കി. എന്താ വ്യത്യാസം? നോക്കി. ഫ്രാക്ഷൻ ഉണ്ട്. സൈൻ മൊത്തവും പ്ലസ് ആണ്.
പിന്നെ എന്താ വ്യത്യാസം, എന്താണ് ചേഞ്ച് നോക്കിയേ. സൈഡിലത്തെ നമ്പർ നമുക്കിവിടെ 1 ആയിരുന്നു, പക്ഷെ ഇപ്പം എന്തായി, മാറി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള മോഡൽ എങ്ങനെ ചെയ്യാം? പ്രൊസീജിയർ സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പ്രൊസീജിയർ നിങ്ങൾ നോക്കേ വേണ്ട, പക്ഷേ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനും ഉണ്ട്. നോക്കിയേ, ഫ്രാക്ഷൻ അതേപോലെ എടുത്ത് എഴുതുക. 1 3 ആണല്ലോ, 1 3. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 1 3 1 3 എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? ഇനി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? ആ സൈഡിലത്തെ നമ്പേഴ്സ് എടുത്തെഴുതും. എങ്ങനെ എടുത്തുകൊണ്ടിരുന്നേ? താഴെ നിന്ന് മുകളിലോട്ട്. പറഞ്ഞില്ലല്ലോ, ലാഡറിൽ നമ്മൾ എങ്ങനെയാ താഴെ നിന്ന് മുകളിലോട്ടല്ലേ കയറുന്നത്? ഇതും അങ്ങനെ തന്നെ, താഴെ നിന്ന് മുകളിലോട്ട്. അപ്പോൾ താഴെ എത്രയാ? 3 എടുത്തെഴുതുക. 3 തൊട്ട് മുകളിൽ 2, അതിൻ്റെ മുകളിൽ 1. 3 2 1. ക്ലിയർ ആണോ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്തത് തന്നെ. എന്ത് ചെയ്യുക? 3 × 3 എത്രയാണ്? 9 പ്ലസ് അല്ലേ സൈൻ, പ്ലസ് 1 എത്രയാ? 10. അടുത്ത് നോക്കിയേ, 2 × 10 സൈൻ എന്താ? പ്ലസ് 3. 2 × 10 20 പ്ലസ് 3 23. അടുത്തത് തന്നെ 1 × 23 എത്ര? 23 പ്ലസ് 10 സൈൻ പ്ലസ് തന്നെ അല്ലേ, പ്ലസ് 10 എത്ര കിട്ടും? 33. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വന്നേ? 33 ഡിവൈഡഡ് ബൈ 23. 33 ഡിവൈഡഡ് ബൈ 23. ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? അപ്പോൾ ഈ മെത്തേഡ് പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത സ്ലൈഡ് നോക്കിയേ. എന്താണ് അടുത്ത സ്ലൈഡ് നോക്കിയേ. ലാഡർ മെത്തേഡ് കഴിഞ്ഞു, അതിൻ്റെ പ്രോബ്ലം എല്ലാം കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് എടുക്കും, അത് കൂടുതൽ എടുക്കത്തില്ല. നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി നമ്മൾ ദിശ അക്കാഡമി ഓൺലൈനിൽ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അസ്ത്ര ബാച്ച്. ആ ബാച്ചിൻ്റെ പേരാണ് അസ്ത്ര ബാച്ച്. ടോപ്പ് ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്ന് ഗ്രൂപ്പ് ഡിയുടെ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ അനലൈസ് ചെയ്ത് എങ്ങനെ അടുത്ത എക്സാം ക്രാക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ തുടങ്ങിയ ബാച്ചാണ് അസ്ത്ര ബാച്ച്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ 50 സ്റ്റുഡൻസിന് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. 3999 ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് ആദ്യത്തെ 50 സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 50 സ്റ്റുഡൻസിന് 2999 റുപ്പീസിന് കൊടുക്കും. കിട്ടുമല്ലോ. അപ്പോൾ ഈ അവസരം ഉപയോഗിക്കുക. നല്ല ബാച്ചാണ്, നല്ല ക്ലാസ്സുകളാണ്, നല്ല ഫാക്കൽറ്റീസാണ്. അപ്പോൾ ഉപയോഗിക്കുക, എക്സാം ക്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യേണ്ടത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അടുത്ത സ്ലൈഡ് നോക്കി. ഓക്കെ. അടുത്ത സ്ലൈഡായി. നോക്കിയടേ, പേടിപ്പെടുത്താൻ വേണ്ടിയുള്ള സാധനം ഇതിനകത്തുണ്ടോ? പേടിക്കേണ്ടവർക്കാണെങ്കിൽ പേടിച്ചോ, അല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഇനി പേടിക്കോ? ഇല്ല, പേടിക്കരുത്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. നോക്കിയേ 1/2 ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതാം. എഴുതിയേക്കാം. 1 + 1/2 ഇൻറ്റു 1 + 1/3 ഇൻറ്റു 1 + 1/4 ഇൻറ്റു ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. 1 + 1/120. ഇതിൻ്റെ ആൻസർ എത്രയാ? ഇത് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നത്? നോക്കിയേ, വലിയ ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പം നമുക്ക് ഈ ഒരു ട്രിക്ക് അറിയാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ എങ്ങനെ ചെയ്യാനാണ് സാധ്യത? നോക്കിയേ 1 + 1/2 എന്താ? 0.5. 1 + 1/3 എന്താ? 0.33. 1 + 1/4 എന്താ? 0.25. ഇങ്ങനെ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. എത്ര നേരം എടുക്കും ആൻസർ കിട്ടാൻ? നോക്കിയേ, 1 + 0.5 1.5 ഇൻറ്റു 1.33 ഇൻറ്റു 1.25 ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര നേരം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് സമയം എടുക്കില്ലേ? സമയം എടുക്കുമല്ലോ. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ സ്റ്റെപ്പിലേക്ക് പോയേ വേണ്ട. ഈ 1/2
ചെയ്യാൻ അറിയാത്തവരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നിനും നോക്കിയിട്ടില്ല, മാത്സ് ബേസ് ഇല്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1/2 എന്ത് ചെയ്യും? അപ്പോൾ ഡിവൈഡ് ചെയ്യും. 1/2 എടുക്കാനില്ല, ഡെസിമൽ കൊടുത്തു, 0 ഇട്ടു, 10 ഉണ്ട്, എത്ര വട്ടം? 5. അങ്ങനെ ഓരോന്നും ചെയ്തു പോണ്ടേ. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കതിൻ്റെ ആവശ്യം ഇനിയില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല? ഇത് നോക്കടേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഏതെങ്കിലും ഫ്രാക്ഷൻ്റെ കോളത്തിൽ വരുമോ? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. നോക്കിയേ, 1 + 1/2 എന്ന് വെച്ചാൽ എന്താ? 1/2 തന്നെ അല്ലേടേ? അതിനെ ഒന്ന് മാറ്റി എഴുതിയേക്കുന്നല്ലേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? 2 × 1 + 1, 2 × 1 2, 2 + 1 3, ഡിനോമിനേറ്റർ 2. കിട്ടിയില്ലേ? അടുത്ത് നോക്കിയേ, 3 × 1 3, 3 + 1 4, 4/3. അടുത്ത് നോക്കിയേ, 4 × 1 4, 4 + 1 5, 5/4. ഇങ്ങനെ എത്ര വരെ പോവുക നോക്കി. 121 × 1 120, 120 + 1 121 / 120. ഇവിടെ വരെ എത്തി നിൽക്കുക. ക്ലിയർ ആണോ? ഇവിടെ വരെ എത്തി നിൽക്കുക. ഇതിൽ നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ ആണ് സിമ്പിൾ വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഒന്ന് നോക്കിയേ. ഇങ്ങനെ കട്ട് ചെയ്ത് പൊക്കൂടെ? എളുപ്പമല്ലേ? പരിപാടി കഴിഞ്ഞില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത്? ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള ഫ്രാക്ഷൻ എടുത്തേ. ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള ഏത് ഫ്രാക്ഷനാണ് വരുന്നത്? ഒന്ന് നോക്കി. 1 + 1/119 അല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1 + 1/119 അത് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 19 × 1 19, 19 + 1 119 × 1 119, 119 + 1 120 / 119. ഇതല്ലേ വരുന്നത്? ഇവിടെ കൊടുത്തേ 120 / 119. വെട്ടിക്കൂടിയടേ. ഇതിനിങ്ങനെ വെട്ടിപ്പോവില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ റിമെയിൻ ചെയ്ത്? എന്താ ബാക്കിയായത്? 2 ഉണ്ട്. ഡിനോമിനേറ്റർ അല്ലേ? ആണ്. ഇനി എന്താണുള്ളത്? അറ്റത്തെ ഡിനോമിനേറ്ററും 121/2. 121/2. ഇതല്ലേ നമ്മുടെ ആൻസർ? പിള്ളേരെ നോക്കിയേ, ഇതല്ലേ നമ്മുടെ ആൻസർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. 60.5 ആൻസറായി. നോക്കിയേ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ എന്താ കിട്ടിയത്? നോക്കിയേ, ഇവിടെ എല്ലാം അഡിഷൻ. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് നോക്കുമ്പോൾ എങ്ങനെ ചെയ്യാം? നോക്കി, ഇങ്ങനെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കണം. 1 + 1/2 × 1 + 1/3 ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് ഫ്രാക്ഷന്റെ ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എടുത്ത് ഡിനോമിനേറ്റർ എഴുതുക. അപ്പോൾ ലാസ്റ്റ് ഫ്രാക്ഷന്റെ എന്ത് എഴുതുക? ലാസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്ത് എഴുതുക? ലാസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുക. കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറായി. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ? അടുത്തതിലേക്ക് പോവാം. നോക്കിയേ. ഓക്കെ, ഫസ്റ്റ് അഡീഷൻ ആയിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പോഴെന്താ? സബ്സ്ട്രാക്ഷൻ. മൈനസ് ചെയ്യുക. ഇവിടുത്തെ ആൻസർ ഉണ്ടേ നമുക്ക് 60.5 ആൻസർ ഉണ്ടേ, കണ്ടുപിടിച്ചിട്ടുണ്ടേ. ഓക്കെ, അടുത്ത് നോക്കി. അഡിഷൻ ആയിരുന്നു മുമ്പേ, സബ്സ്ട്രാക്ഷൻ ആണ്. സെയിം ലോജിക്, സെയിം മെത്തേഡ്. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 1 - 1/3 എങ്ങനെ കൺവേർട്ട് ചെയ്യൂടെ? നമ്മൾ അതേപോലെ ചെയ്ത പോലെ തന്നെ 3 × 1 3 ഇവിടെ പ്ലസ് ചെയ്യരുത്, മൈനസ് ചെയ്യുക. 3 - 1 2. എന്ത് കിട്ടും? 2 ഡിനോമിനേറ്റർ 3. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് കിട്ടും നമുക്ക്? 2/3. സെക്കൻഡ് എന്ത് കിട്ടും? 4 × 1 4, 4 - 1 3, 3/4 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും.
ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ 91, ഇത് എന്താണ് ഇത് എന്ന് എടുത്ത് എഴുതാം. 1 മൈനസ് 1/99. 99 ഇൻറ്റു 1 99. 99 മൈനസ് 1 98 ഡിവൈഡഡ് ബൈ 99 ഇൻറ്റു ഇവിടെ എന്താ ഒന്നുകൂടെ എടുത്ത് എഴുതാം. 1 മൈനസ് 1/100. 100 ഇൻറ്റു 1 100. 100 മൈനസ് 1 99. 99 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ 100. ഇങ്ങനെയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്ത് എവിടെ പോകൂടെ നമ്മൾ? ഇവിടെ വരെ പോവും. ഇതും ക്യാൻസലായി പോവും. അപ്പോൾ എന്താണ് നമ്മൾ ആൻസർ? 2 ഉണ്ട്, അവിടെ ഡിനോമിനേറ്റർ ബൈ 100 ഉണ്ട്. അപ്പോൾ ഇതെന്താ 1/50. 1/50 ആൻസർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഫസ്റ്റ് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ, ലാസ്റ്റ് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ. അവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ച് സൈഡ് നോക്കുക, അപ്ലൈ ചെയ്യുക. ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ട്, ഡൗട്ട്സ് വരും, ഡൗട്ട്സ് ഉറപ്പായിട്ടും വരണം. അപ്പോൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്ത സെക്ഷനിൽ നമ്മളിത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ പോവുകയുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. നമ്മുടെ ഏത് മോഡലാ? ഓക്കെ ഈ മോഡൽ ക്വസ്റ്റ്യനാണ്. നോക്കി, എക്സ്പ്രസ് 0.437 ബാർ ഇൻറ്റു ഫ്രാക്ഷൻ. എക്സ്പ്രസ് 0.437 ബാർ ഇൻറ്റു ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. എങ്ങനെയാടേ? നിങ്ങൾ ഈ മോഡൽ കണ്ടിട്ടുണ്ടോ? കാണാത്തവരൊന്നും വന്നേ, നമുക്ക് അത് സെറ്റാക്കി തരാം, റെഡിയാക്കി തരാം. ഒന്ന് നോക്കി, ഇതിൻ്റെ ബേസിക്സ് നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം. ബേസിക്സ് നമ്മൾ എന്തായാലും ഇതിൻ്റെ അറിഞ്ഞിരിക്കണം. നോക്കി, 0. ഒരു എക്സാമ്പിൾ എഴുതിക്കോ. 0.555 5 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്തത് 0.444 ഇങ്ങനെ 4 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി അടുത്തത് 0.79 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി അടുത്തത് 0.514 ഇങ്ങനെ 514 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, 0.555 5 റിപ്പീറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഡെസിമലിൻ്റെ അപ്പുറത്തെ ഏത് നമ്പർ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു. നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ 5 റിപ്പീറ്റ് ചെയ്യുന്നു, 4 റിപ്പീറ്റ് ചെയ്യുന്നു. തേർഡ് നോക്കിയേ 79 രണ്ട് നമ്പർ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത് നോക്കിയേ 514 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ക്ലിയർ ആക്കിയല്ലോ? അത് ആദ്യം ക്ലിയർ ആക്കുക. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.5 മുകളിലൊരു ബാർ എന്ന് വെച്ചാൽ 5 റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുന്നു. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കി, ഫ്രാക്ഷനിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. ഏതാണ് നമ്മുടെ ഇവിടെയുള്ള നമ്പർ? 5 അല്ലേ? അതേപോലെ എടുത്ത് എഴുതുക. 5 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഒരു നമ്പർ മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. റിപ്പീറ്റ് ചെയ്യാത്ത ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഉണ്ട്, 5 ആണ്. 5 മാത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? 9 കൊടുക്കുക. ക്ലിയർ ആക്കി തരാം. അടുത്ത മോഡലിൽ ഇപ്പോൾ ഇത് നമ്മൾ എന്ത് എഴുതും? 0.4 ബാർ. അപ്പോൾ എന്ത് ചെയ്യും? 4 ഡിവൈഡ് ബൈ 4 മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, 9. 0.79 നമ്മൾ എന്ത് എഴുതും? 0.79 നമ്പർ ഇട്ടു. എത്ര ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 7 മാത്രമാണോ 9 മാത്രമാണോ റിപ്പീറ്റ് ചെയ്യുന്നത്? അല്ല, രണ്ടും ഒരുമിച്ചല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. നോക്കിയേ 79 അങ്ങോട്ട് എത്ര പോയാലും ഇൻഫിനിറ്റി ആയിട്ട് 79 റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? 79ൻ്റെ മുകളിൽ ബാർ കൊടുക്കും. ക്ലിയർ ആണോ? ഇതെല്ലാം ക്ലിയർ ആക്കിയേ പോകാവൂ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതും? 79 എഴുതി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് എഴുതും? ഇവിടെ ഡിനോമിനേറ്ററിൽ എന്തെഴുതും? പറഞ്ഞേ, ഡിനോമിനേറ്റർ എന്താ എഴുതുന്നേ? എത്ര ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു? എത്ര ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു? എത്ര ഡിജിറ്റ്സ്? 7 ഉണ്ട്, പിന്നെ 9 ഉണ്ട്. 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എത്ര 9 കൊടുക്കണം? 2 9. ക്ലിയർ ആണോ? ഓക്കെ ആണോ? 2 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 7ഉം 9ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 9 ആണ്, 9 കൊടുക്കണം. ക്ലിയർ ആണോ? ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഇതിൽ ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്? 514 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം?
0.514. ബാർ എവിടെ കൊടുക്കാം? 3-നും കൊടുക്കണ്ടേ? 3-നും കൊടുക്കണമല്ലോ. ഓക്കെ, നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും? 514 3 ഡിജിറ്റ്സും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 3 9 കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ കൺവേർഷൻ നടത്തിയത്. എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇവിടെ ഇത്രയും ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. 0.23333 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നോക്കി, ഇവിടെ നോക്കി, വ്യത്യാസം വന്നു. എല്ലാ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏത് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 0.2333. 23 അല്ല, 3 മാത്രം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. 3 മാത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? 0.23 നമ്പർ ആദ്യം എഴുതുക. എടുത്ത് എഴുതുക. 0.23. ഇനി എന്ത് ചെയ്യുക? ഏത് നമ്പറാണോ ഏത് ഡിജിറ്റ്സ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ മാത്രം ബാർ കൊടുക്കുക. അങ്ങനല്ലേ നമ്മൾ കൊടുത്തത്. പക്ഷേ ഇവിടെ എല്ലാ നമ്പേഴ്സും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, 3 മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3യുടെ മുകളിൽ മാത്രം എന്ത് കൊടുക്കാടേ? ബാർ കൊടുക്കുക. ക്ലിയർ ആയോ? ഏത് ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ മാത്രം ബാർ കൊടുക്കുക. ഇവിടെ 3 മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. എത്ര പോയാലും 3 അല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3യുടെ മുകളിൽ മാത്രം ബാർ കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാടേ? അതിലാണ് ഡൗട്ട്. പക്ഷെ അതിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു ഡെസിമലിനെ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. നോക്കി, 23 നമ്പർ ആദ്യമേ അങ്ങ് എഴുതുക. എഴുതിയല്ലോ. പക്ഷേ നമുക്ക് ഈ എഴുതിയ പോലെ ഡിനോമിനേറ്റർ കൊടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 3 മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 മാത്രം അവിടെ ഇടുക. അല്ലെങ്കിൽ 2 3 ഇട്ടിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റ് കുറച്ച് കളയുക. ഹോൾ നമ്പർ മൊത്തം നമ്പറിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റ് കുറച്ച് കളയുക. 2 3 അല്ലേ മൊത്തം നമ്പർ, മുഴുവൻ നമ്പർ. അതിൽ നിന്ന് എന്ത് കുറച്ച് കളയുക? റിപ്പീറ്റ് ചെയ്യാത്ത 2 അല്ലേ, 2 കുറച്ച് കളയുക. ഇനി ഡിനോമിനേറ്ററും ഒരു വ്യത്യാസമുണ്ട്. ഡിനോമിനേറ്ററിലും ഒരു ചേഞ്ച് ഉണ്ട്. എന്ത്? നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സിനാണ് 9 കൊടുത്തത്. നോക്കിയേ, ഇവിടെ നോക്കിയേ, 7 9 2 9 5 1 4 റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ 3 9 കൊടുത്തു. ഇവിടെ പക്ഷെ എന്താ? 3 മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്ര 9 കൊടുക്കണം? 1 9. തീർന്നോ? 1 9 കൊടുത്താൽ മതിയോ? പോരാ. പക്ഷെ ഡെസിമലിന് അപ്പുറത്തേക്ക് 2 ഡിജിറ്റ്സ് ഉണ്ട്. ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, ശരിയാ. പക്ഷെ മറ്റേ ഡിജിറ്റ് ഉണ്ട്. ഡെസിമൽ ഇപ്പുറത്തോട്ട് ഏതാണെങ്കിൽ നിങ്ങൾ ഡിനോമിനേറ്ററിന്റെ കേസിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. വ്യക്തമായി കേൾക്കണം. ഡെസിമലിന്റെ ഇപ്പുറത്തോട്ട് ഏതെങ്കിലും നമ്പർ ഉണ്ട് എങ്കിൽ ഡിനോമിനേറ്ററിന്റെ കേസിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഡെസിമലിന് അപ്പുറത്തോട്ടുള്ളത് ഡിനോമിനേറ്ററിന്റെ കേസിൽ കൺസിഡർ ചെയ്യണം. അപ്പോൾ എത്ര റിപ്പീറ്റ് ചെയ്യാത്ത? 2 ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഒരു 0 കൊടുക്കുക. കഴിഞ്ഞു. ഒരു 0 കൊടുക്കുക. കഴിഞ്ഞു. എത്ര ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടോ അത്രയും 0 കൊടുക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയടേ. ഓക്കെ, ഇത് അടുത്ത മോഡലാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് പറയാം. 3.8282. ഓക്കെ, വാട്ട് ഈസ് ദ ഫ്രാക്ഷണൽ നൊട്ടേഷൻ സിസ്റ്റം ഓഫ് 3.8282? ഫ്രാക്ഷണൽ നൊട്ടേഷണൽ സിസ്റ്റം എന്ന് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്രയേ ഉള്ളൂ. എന്താ അതിൻ്റെ ഫ്രാക്ഷൻ? ഓക്കെ, അതിൻ്റെ ഫ്രാക്ഷൻ എന്താ? അത്രേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷനോട് നോക്കിയപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? ഈ ഒരു മോഡലൂടെ പരിചയപ്പെടാം. എങ്ങനെ നോക്കിയടേ. 3.8282 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബാർ കോൺസെപ്റ്റ് 3.82 റിപ്പീറ്റ് ചെയ്യല്ലേ. ഇവിടെയും 82 ഇവിടെ 82 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 82ന് ബാർ കൊടുക്കുക. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഫ്രാക്ഷനിലേക്ക് മാറ്റാം. നമുക്ക് അതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഈ ബാർ കോൺസെപ്റ്റ് അല്ലല്ലോ. അല്ല, ഫ്രാക്ഷനിലേക്ക് മാറ്റാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ? ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഏതാണോ നമ്പർ അത് ഫുൾ എടുത്തെഴുതുക. ഇവിടെ 382 അല്ലേ നമ്പർ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 382 അല്ലേ നമ്പർ? 82 റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്പർ എത്രയാ? 382. അതങ്ങ് എടുത്ത് എഴുതുക. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുക?
റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റ് കുറച്ച് കളയുക. റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റ് എത്രയാ? 3. അത് കുറച്ച് കളയുക. അത് കുറച്ച് കളയുക. എന്നിട്ട് എങ്ങനെയാ ഡിനോമിനേറ്റർ? എന്താ ഡിനോമിനേറ്റർ? നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നതിന് എന്ത്? 9 കൊടുക്കുക. 9 കൊടുക്കുക. കഴിഞ്ഞു. കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞു. കഴിഞ്ഞ കോൺസെപ്റ്റിലേ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഡൗട്ട് വരുന്ന എന്താ? 3 ഇവിടെ കിടപ്പുണ്ടല്ലോ, 0 കൊടുക്കണ്ടേ? ഡൗട്ട് വന്നോ? ഡൗട്ട് വരണം. എന്തുകൊണ്ട് നമ്മൾ 3 അവിടെ നിപ്പോണ്ടായിട്ട് 0 കൊടുത്തില്ല? ഡെസിമലിന്റെ ഇപ്പുറത്തായതുകൊണ്ട്. ഓൾറെഡി കഴിഞ്ഞ കോൺസെപ്റ്റിലെ പറഞ്ഞു, ഈ ഡിനോമിനേറ്ററിന്റെ കേസിൽ ഡെസിമലിന് അപ്പുറത്ത് കിടക്കുന്ന ഡിജിറ്റ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഡെസിമലിന് ഇപ്പുറത്തേക്കുള്ളത് നോക്കേ പോലും വേണ്ട. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നോക്കിയേ, ഇപ്പൊ 382 - 3 ഡിനോമിനേറ്ററിൽ 9 9. എന്തുകൊണ്ട് 0 കൊടുത്തില്ലെന്ന് മനസ്സിലായല്ലോ? അപ്പൊ എത്രയാ? 382 - 3 379 ഡിവൈഡഡ് ബൈ 99. ആൻസർ ആയി. ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ? യെസ്, ഫസ്റ്റ് കിടക്കുന്നു. ക്ലിയർ ആയോടെ പിള്ളേരെ? ഈ കോൺസെപ്റ്റ് ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ ഈ കോൺസെപ്റ്റ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് കൂടെ തരണം. നിങ്ങൾ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ട് എങ്കിൽ ചോദിക്കാൻ. നോക്കി, ഈ ഒരു നമ്പറിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമ്മൾ ഈ പഠിച്ചത് വെച്ച് മാത്രമേ ഉള്ളൂ. ഈ ഒരു നമ്പറിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കമന്റ് സെക്ഷനിൽ ആൻസർ അറിയിക്കുക. മറക്കരുത്, കമന്റ് സെക്ഷനിൽ ആൻസർ അറിയിക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ സെഷൻ അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചേ? ആദ്യം ഒരു കഥ പറഞ്ഞു. എന്ത് കഥ? ഇത് തോണിക്കാരൻ്റെ കഥ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ലാഡർ മെത്തേഡ് പഠിച്ചു. ഏണി കയറാൻ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫ്രാക്ഷൻ്റെ സീരീസ് 2 പാറ്റേണിൽ കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക്, ഇങ്ങനെ റെക്കറിങ് ഡെസിമൽ. ഇതിൽ പറയുന്ന പേരെന്താ? നോക്കിയിടേ. അതുകൂടെ പറഞ്ഞിട്ട് വാ. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന ഡെസിമൽസിനെ പറയുന്ന പേരുണ്ട് നോൺ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിങ് ഡെസിമൽ പറയുന്ന പേരാണ്. റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന ഡെസിമൽസിനെ പറയുന്ന പേരാണ് റെക്കറിങ് ഡെസിമൽ. എന്ന് വെച്ചാൽ അവസാനിക്കുന്നില്ല. നോൺ ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? അവസാനിക്കുന്നുണ്ടോ? ഇല്ല. നോൺ ടെർമിനേറ്റിംഗ്. റെക്കറിങ് എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുക. അല്ലെങ്കിൽ റിപ്പീറ്റിംഗ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ഡെസിമൽ. ആ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ അടുത്ത സെഷനിൽ സ്ക്വയർ റൂട്ടിൽ വരുന്ന ഡെസിമൽസിനെ എങ്ങനെ മാറ്റണം, സ്ക്വയർ റൂട്ടിൽ വരുന്ന നമ്പേഴ്സിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം, അതേപോലെ തന്നെ ഓൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ സിംപ്ലിഫിക്കേഷൻ കുറച്ച് ക്വസ്റ്റ്യൻ വരും, അത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ അതേപോലെ കുറച്ച് ബോർഡ് മാസിൻ്റെ ക്വസ്റ്റ്യൻസും കുറച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത സെഷനിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഹോംവർക്ക് ചെയ്യുക, പഠിക്കുക, അതേപോലെ തന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. പറഞ്ഞതെല്ലാം ചെയ്തിട്ട് വരിക. അപ്പോൾ താങ്ക് യു.